Assalamu alaikum warahmatullah. Welcome to Arabic Academy with new chapter in environmental studies. Okay, in this class we are going to discuss on new topic. This chapter is from block 1, Unit 2, Natural Resources. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാച്ചുറൽ റിസോഴ്സസ് എന്ന രണ്ടാമത്തെ അധ്യായത്തെ കുറിച്ച്. വളരെ ലളിതമായ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. വളരെ കുറഞ്ഞ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. എന്നാലും നമുക്കതിൽ പക്ഷെ അതിന്റെ സബ്ജക്റ്റ് വൈസ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ്. കുറച്ച് കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ കൂടി. ഓക്കെ, ഇതിൽ യൂണിറ്റ് 2 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ കോൺസെപ്റ്റ്സ്, നാച്ചുറൽ റിസോഴ്സസ് എന്ന കോൺസെപ്റ്റ് എന്താണ്, അതുപോലെ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതുപോലെ തന്നെ അതിന്റെ ത്രെറ്റ്സ് ആൻഡ് കൺസർവേഷൻ. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് overview of the unit. This chapter discusses the essential aspects of natural resources, their significance, and the pressing need for the conservation. അതായത് നാച്ചുറൽ റിസോഴ്സിന്റെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണ്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്, അതിന്റെ കൺസർവ് ചെയ്യുന്ന നാച്ചുറൽ റിസോഴ്സ് കൺസർവ് ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അത്തരം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കോൺസെപ്റ്റ് ചാപ്റ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട ടൈറ്റിലുകളാണ്. ഒന്ന് കോൺസെപ്റ്റ്സ് ആൻഡ് ടൈപ്സ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, അതിന്റെ ഇമ്പോർട്ടൻസ്, പിന്നെ ത്രെറ്റ്സ് നാച്ചുറൽ റിസോഴ്സസ്, കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ഓക്കെ, എന്താണ് കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കോൺസെപ്റ്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, ഇതില് നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്ന ആശയം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ട് നമുക്കറിയാം, നമ്മുടെ പ്രകൃതി നമുക്ക് കനിഞ്ഞേകിയിട്ടുള്ള ഒരുപാട് വിഭവങ്ങളുണ്ട്. അതാണ് പ്രകൃതി വിഭവങ്ങൾ തന്നെയാണ് നമ്മളതിന് പറയാറുള്ളത്. മനുഷ്യന് ഭൂമിയിലും പ്രപഞ്ചത്തിലും മനുഷ്യന്റെ ജീവിതത്തിന്റെ അനിവാര്യതയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മനുഷ്യന്റെ ഇവിടെ ലൈഫ് സാധ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള വിഭവങ്ങളുണ്ട്. ആ വിഭവങ്ങളെ മനുഷ്യന് വളരെ അത്യന്താപേക്ഷിതവും അതോടൊപ്പം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിൽ. അപ്പോൾ ഇത് ചിലതെല്ലാം മനുഷ്യൻ അമിതമായി ഉപയോഗിക്കുന്നതോടുകൂടി അവന്റെ ജീവിതത്തിന് ദോഷകരമായി ബാധിക്കും. എന്ന് പറഞ്ഞാൽ അവന്റെ എക്കോസിസ്റ്റം തകരും. അതിന്റെ ഭാഗമായിട്ട് പ്രകൃതി അത് വളരെ ദുരന്തപൂർണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോകും. അതൊക്കെ മനുഷ്യന് ഭീഷണിയാണ്. അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു അവയർനെസ് ഉണ്ടാവാനും നമുക്ക് ഈ ഒരു നാച്ചുറൽ റിസോഴ്സസിന്റെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതേക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്? നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ എന്താന്ന് നമുക്കൊരു ധാരണ ഉണ്ടാവും. പ്രകൃതിയിൽ മനുഷ്യന് കിട്ടുന്ന എല്ലാ വിഭവങ്ങളെയും നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. അപ്പൊ ഇതിൽ ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു വെക്കേണ്ടതുണ്ട്. നാച്ചുറൽ റിസോഴ്സസ് ആർ റിസോഴ്സസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് ഹ്യൂമൻ ആക്ഷൻസ്. അവിടെയാണ് ഇമ്പോർട്ടന്റ്. അതിന്റെ എന്താണ്? റിസോഴ്സസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് ഹ്യൂമൻ ആക്ഷൻസ്. ഇൻഡിപെൻഡന്റ്ലി ഓഫ് ഹ്യൂമൻ ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യ പ്രവൃത്തിയിൽ നിന്നും സ്വതന്ത്രമായി നിൽക്കുന്ന, എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ക്രിയേഷൻ കൊണ്ടുണ്ടാവുന്നതല്ല. മനുഷ്യന്റെ ഇടപെടലുകളോ മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റിയോ അവന്റെ ചിന്തയോ അവന്റെ പ്രോസസ്സോ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഭൂമിയിൽ സ്വയമേ ഉണ്ടാകുന്ന വിഭവങ്ങളാണ്, റിസോഴ്സസ് ആണ് പ്രകൃതി വിഭവങ്ങൾ അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇത് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ പരന്നു കിടക്കുന്ന വിഭവങ്ങളാണ്. ഇവിടെ നിങ്ങൾക്കൊരു ഇമേജ് കാണാൻ പറ്റും. അതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് പ്രകൃതിയിൽ നിലനിൽക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ചാർട്ട് ഇവിടെ കാണിക്കും. അപ്പൊ നിങ്ങൾക്ക് അതിന് മനസ്സിലാകും എങ്ങനെയാണ് പലതരത്തിലുള്ള സോഴ്സസ് ഉണ്ട്, അതോ എന്തൊക്കെയാണെന്ന് നമ്മൾ ഇനി പറയാൻ പോകുന്നു. അപ്പൊ കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ് റിസോഴ്സസ് എന്ന് മനസ്സിലാക്കുക, നാച്ചുറൽ റിസോഴ്സസ് എന്താണെന്ന് മനസ്സിലാക്കുക, അതിന്റെ ഡെഫിനേഷൻ മനസ്സിലാക്കുക, പിന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഡെഫിനേഷനിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് തിരിച്ചറിയാൻ പറ്റും. ഒന്ന്, എക്സിസ്റ്റ് നാച്ചുറലി ഓൺ ദി പ്ലാനറ്റ്. പ്ലാനറ്റില് അത്
ബൈ നാച്ചർ ആയിട്ട് നിലനിൽക്കുന്നതാണ്, മനുഷ്യന്റെ നിർമ്മിതിയല്ല. നെക്സ്റ്റ് വൺ, എസെൻഷ്യൽ ഫോർ സർവൈവൽ ആൻഡ് ഡെവലപ്മെന്റ്. മനുഷ്യന്റെ മാത്രമല്ല പ്രകൃതിയുടെ സർവൈവലിന്, അതിജീവനത്തിനും മനുഷ്യന്റെ വികാസത്തിനും ഭൂമിയുടെയും പ്രകൃതിയുടെ ഒക്കെ വികാസത്തിനും അനിവാര്യമാണ്, എസെൻഷ്യൽ ആണ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ സർവൈവൽ. ആൻഡ് നെക്സ്റ്റ് വൺ, ഡു നോട്ട് റിക്വയർ ഹ്യൂമൻ ഇന്റർവെൻഷൻ ടു ഫോം. അതായത് ഈ റിസോഴ്സസ് ഫോം ചെയ്യാൻ, അത് ഭൂമിയിൽ നിലനിൽക്കാൻ, അല്ലെങ്കിൽ അതിന് രൂപപ്പെടാനും അത് നിലനിൽക്കാൻ വേണം, അത് രൂപപ്പെടാൻ മനുഷ്യന്റെ ഇന്റർവെൻഷൻ ആവശ്യമില്ല. പ്രകൃതി തന്നെ സ്വയം പിന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ പ്രകൃതിയുടെ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് രൂപപ്പെടുന്നതാണ്. ഓക്കെ, ഇനി അതിന്റെ ഭാഗമായിട്ട് തന്നെ അതിൽ എന്തെല്ലാം തരത്തിലുള്ള നാച്ചുറൽ റിസോഴ്സസ് ആണ് വരുന്നത്, ചില എക്സാമ്പിൾസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എല്ലാം നമുക്ക് അറിയാവുന്നതാണ്, എന്നാലും അത് ഒഫീഷ്യലി വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ ഒന്ന് എയർ ആണ്. എയർ നീഡഡ് ഫോർ ബ്രീതിങ് ആൻഡ് സസ്റ്റൈനിങ് ലൈഫ്. മനുഷ്യന്റെ ബ്രീതിങ്ങിന്, ശ്വസനത്തിന് ആവശ്യമായിട്ടുള്ള ഒന്നാണ് എയർ എന്ന് എല്ലാവർക്കും അറിയാം. നെക്സ്റ്റ് വൺ, സൺലൈറ്റ്, സൂര്യപ്രകാശം. അതൊരു ഊർജ്ജമാണ്, ഒരു റിസോഴ്സ് ആണ്. പ്രൊവൈഡ്സ് എനർജി എസെൻഷ്യൽ ഫോർ ഓൾ ലിവിങ് ഓർഗാനിസം. മനുഷ്യന് മാത്രമല്ല, പ്രകൃതിയിലെ എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും അനിവാര്യമായിട്ടുള്ള ഒരു സംഭവമാണ് സൂര്യപ്രകാശം. പിന്നെ വാട്ടർ കവേഴ്സ് 71% ഓഫ് ദി എർത്ത്. ഭൂമിയുടെ 71% വാട്ടർ ആണ്, പക്ഷെ അതിൽ പിന്നെ ശുദ്ധജലമായിട്ടുള്ളത് വളരെ കുറവായിരിക്കും. വൈറ്റൽ ഫോർ ഓൾ എക്കോസിസ്റ്റം. പിന്നെ സോയിലാണ്, മണ്ണ്. സപ്പോർട്ട് പ്ലാന്റ് ഗ്രോത്ത് വിത്ത് ന്യൂട്രിയൻസ്. ഭൂമിയിലെ ചെടികളെയും മരങ്ങളെയും സസ്യലതാദികളെയും ഒക്കെ അതിന് വേണ്ട ന്യൂട്രിയൻസ്, അതിന്റെ പോഷകങ്ങളൊക്കെ നൽകിയിട്ട് അതിനെ വളർത്തി സംരക്ഷിക്കുന്നതാണ് സോയില്. പിന്നെ സ്റ്റോൺ, കല്ലുകൾ. യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ ആൻഡ് ടൂൾസ്. മനുഷ്യന്റെ വീട് നിർമ്മാണത്തിനും മറ്റുള്ള കെട്ടിട നിർമ്മാണങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് സ്റ്റോൺ. പിന്നെ പ്ലാന്റ്സ്, ചെടികൾ. പ്രൊവൈഡഡ് ഫുഡ്, ഓക്സിജൻ ആൻഡ് ഷെൽട്ടർ. മനുഷ്യന്, പക്ഷികൾക്കൊക്കെ ഫുഡും ഓക്സിജനും പിന്നെ ജീവജാലങ്ങൾക്കൊക്കെ ഷെൽട്ടർ, അഭയവും ഒക്കെ നൽകുന്ന ഒന്നാണ് മരങ്ങൾ, പ്ലാന്റ്, സസ്യങ്ങൾ. പിന്നെ ആനിമൽസ്, ഇന്റഗ്രൽ ടു ഇക്കോളജിക്കൽ ബാലൻസ് ആൻഡ് ഹ്യൂമൻ സസ്റ്റൈനൻസ്. അതായത് മനുഷ്യനാണ് ഭൂമിയിലെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ഓർഗാനിസം. അതിന്റെ കൂടെ ആ ഒരു മനുഷ്യന്റെ ജീവിതത്തിനും പ്രകൃതിയുടെ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ആനിമൽസ് നിർബന്ധമാണ്. ഹ്യൂമൻസ് അല്ല, ആനിമൽസും കൂടി വേണം. ആനിമൽസിനെല്ലാം കൂടി നമ്മൾ കൊന്നു കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മനുഷ്യന്റെ ജീവിതം ഇവിടെ ദുസ്സഹമായിരുന്നു. പിന്നെ ഫോസിൽ ഫ്യൂവൽ എന്ന് പറയുന്ന ഭൂമിക്ക് അടിയിൽ നിന്നൊക്കെ നമ്മൾ ജീർണിച്ച് രൂപപ്പെടുന്ന എനർജി സോഴ്സസ് ആണ് ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയും. സോഴ്സസ് ഓഫ് എനർജി ബട്ട് ലിമിറ്റഡ് ഇൻ സപ്ലൈ. അത് വളരെ ലിമിറ്റഡ് ആണ്. നമുക്ക് നെക്സ്റ്റ് വൺ, മേജർ ടൈപ്സ് ഓഫ് നാച്ചുറലിസം. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ കുറെ എക്സാമ്പിൾസ് ഉണ്ടല്ലോ. ഈ എക്സാമ്പിൾസിനെ നമുക്ക് ഒന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് പ്രകൃതിയിൽ വളരെ ധാരാളമായിട്ട് റിസോഴ്സസ് ഉണ്ടെങ്കിൽ പോലും ചിലതൊക്കെ ലിമിറ്റഡ് ആണ്. അതില് നാച്ചുറൽ റിസോഴ്സിനെ നമുക്ക് വി കൺ ഡിവൈഡ് ഇൻ ടു ടു കാറ്റഗറീസ്. ഒന്ന് റിന്യൂവബിൾ റിസോഴ്സസ്, സെക്കൻഡ് വൺ ഈസ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, അതിനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ അല്ലെങ്കിൽ പുനരുൽപാദിപ്പിക്കാൻ പറ്റുന്ന റിസോഴ്സസിനാണ് റിന്യൂവബിൾ എന്ന് പറയാം. ക്യാൻ ബി റിപ്ലനിഷ്ഡ് ഓർ റീയൂസ്ഡ്. നമുക്ക് വീണ്ടും അതിനെ ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ വീണ്ടും ഫില്ല് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വീണ്ടും ഉണ്ടാക്കാൻ പറ്റും എന്നർത്ഥം. അതാണ് റിപ്ലനിഷ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അതിനാണ് റിന്യൂവബിൾ റിസോഴ്സ്. അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞ ഫോറസ്റ്റ്, വിൻഡ്, വാട്ടർ. പിന്നെ നമുക്കതിനെ ഫോറസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ മരങ്ങളിൽ നിന്ന് തന്നെ അതിന്റെ കായ്കനികൾ വീണ്ടും വിത്തുകളും തൈകളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് വീണ്ടും അതിനെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. പിന്നെ കാറ്റ്, അതേപോലെ തന്നെ വാട്ടർ. കാറ്റിനൊക്കെ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. ആ കാറ്റിനെ തന്നെ നമുക്ക് വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കാം. നമ്മളതിനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെന്ന് മാത്രം. അതുപോലെ തന്നെ വെള്ളം നമുക്ക് റീസൈക്കിൾ ചെയ്തുകൊണ്ട് ഉപയോഗിച്ച് വീണ്ടും 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 ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ അതേപോലെ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയാൻ ലിമിറ്റഡ് ഇൻ സപ്ലൈ. വളരെ ലിമിറ്റഡ് ആണ്, വളരെ കുറഞ്ഞ പരിമിതമായിട്ടുള്ള അളവിലാണ് അതിന്റെ ലഭ്യത. മേ റൺ ഔട്ട് ഇൻ ദി ഫ്യൂച്ചർ. അത് അമിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ അത് ഇല്ലാതായി നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്.
അതിന്റെ ഉദാഹരണമാണ് ഫോസിൽ ഫ്യൂവൽസ്. നമ്മൾ പെട്രോളിയം, ക്രൂഡ് ഓയിലൊക്കെ അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ മിനറൽസ്, ഭൂമിന്റെ അടിയിൽ നിന്ന് കിട്ടുന്ന ധാതുക്കൾക്കാണ് മിനറൽസ് എന്ന് പറയുന്നത്. അതൊക്കെ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, അമിതമായിട്ട് മനുഷ്യന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ട് തന്നെ ഇത്തരം പിന്നെ ഫോസിൽ ഫ്യൂവൽസും മറ്റൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ, അതിന്റെ ഉൽപാദനത്തിലും അതിന്റെ ഉപയോഗത്തിലൊക്കെ മനുഷ്യന് വിവിധ ഗവൺമെന്റുകളും മറ്റൊക്കെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പൊ ഇതിലും നിങ്ങൾക്ക് രണ്ട് ചാർട്ട് പോലെ കാണാൻ പറ്റും. നാച്ചുറൽ റിസോഴ്സസിന്റെ, റിന്യൂവബിൾ റിസോഴ്സസിന്റെ ഉദാഹരണമായിട്ടും നോൺ റിന്യൂവബിൾ റിസോഴ്സസ്, ഇങ്ങനെ പിക്ചർ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി വെക്കാൻ പറ്റും. ഓക്കെ, പിന്നെ 5 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നാച്ചുറൽ റിസോഴ്സസ് നേരത്തെ പറഞ്ഞതാണ്. എയർ, സോയില്, അയൺ, ഫോറസ്റ്റ്. എയർ നമ്മൾ പറഞ്ഞു എസെൻഷ്യൽ ഫോർ സർവൈവൽ ഓഫ് ഓൾ ലിവിങ് ബീയിങ്സ്. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 പ്രധാനപ്പെട്ട നാച്ചുറൽ റിസോഴ്സസ്. നമ്മൾ കുറെ പിന്നെ ഉദാഹരണങ്ങൾ പറഞ്ഞു, അതിലധികം നമുക്ക് ഉദാഹരണങ്ങൾ വീണ്ടും എണ്ണി പറയാൻ പറ്റും. പക്ഷെ ഇതിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മനുഷ്യന്റെ ജീവിതത്തിന്, ഭൂമിയുടെ, പ്രകൃതിയിൽ അനിവാര്യമായിട്ടുള്ള റിസോഴ്സസിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 ഒന്ന് എയർ, എസെൻഷ്യൽ ഫോർ സർവൈവൽ ഓഫ് ഓൾ ലിവിങ് ബീയിങ്സ്, എല്ലാ ജീവജാലങ്ങളുടെയും ജീവ സാന്നിധ്യത്തിന് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് വായു. പിന്നെ വെള്ളം, covers 71% of earth, only 2% is fresh water. നമുക്ക് വെള്ളം ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും അതിൽ ശുദ്ധജലം എന്ന് പറയുന്നത് 2% മാത്രമാണ്. അതുകൊണ്ട് ഈ ശുദ്ധജല ലഭ്യത അത് അത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ള ജീവജാലങ്ങൾക്കെല്ലാം അത് ഭീഷണിയാണ്. ഇവിടുത്തെ ഇക്കോസിസ്റ്റം ഒക്കെ താളം തെറ്റിപ്പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ശുദ്ധജലം ലഭ്യത ഉറപ്പുവരുത്തുക എന്നത് ബുദ്ധിയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം മറ്റൊന്ന് സോയിൽ, മണ്ണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോൺ റിന്യൂവബിൾ ആണ്. നമുക്കത് പിന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വേസ്റ്റ് ആയി, അല്ലെങ്കിൽ അത് പിന്നെ പുനരുജ്ജീവിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിനെ ചിലപ്പോൾ നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് അത് മറ്റ് ചെടികളെ പോലെയോ അല്ലെങ്കിൽ വെള്ളത്തെ പോലെയൊന്നും പിന്നെ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റാത്തതാണ്. റീസൈക്കിൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ മണ്ണിനെ നമുക്ക് ഒരു പരിധി വരെ ഇപ്പൊ അത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ മണ്ണിന്റെ വീട് നിർമ്മാണത്തിനോ മറ്റൊക്കെ മണ്ണ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ മണ്ണിന് പിന്നെ ആ വീട് തകരുന്ന സമയത്ത് വീണ്ടും അതേ സാധനം തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ അതിനെ ഉപയോഗിക്കാം. അതേ സമയത്ത് അതിൽ കെമിക്കൽസും മറ്റൊക്കെ ആഡ് ചെയ്തുകൊണ്ട് അതിനെ വേറെ രൂപത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ പിന്നെ ആ ഒരു സ്വാഭാവികത നഷ്ടപ്പെട്ട് അതിന്റെ ഉപയോഗം ഭൂമിക്ക് അന്യമായി പോകും. അതൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ്, കാരണം സോയിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതിൽ പ്രധാനമായിട്ട് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ജീവജാലങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് പ്രൊവൈഡ് ചെയ്യാന്നാണ്. മണ്ണിന്റെ അടിയിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് റിച്ച് ആയിട്ടുള്ള കണ്ടന്റുകളുണ്ട്. അത് ചെടികളുടെയും മരങ്ങളുടെയും ഒക്കെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. അപ്പോൾ ആ മണ്ണിനെ നശിപ്പിച്ചാൽ, അതിൽ കെമിക്കൽസ് അല്ലെങ്കിൽ പിന്നെ കീടനാശിനികളും മറ്റൊക്കെ അമിതമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ഫലഭൂയിഷ്ടി നഷ്ടപ്പെടും. ഒന്ന്. മറ്റൊന്ന് പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഫലഭൂയിഷ്ടി മറ്റൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ മണ്ണ് എന്നുള്ള പേര് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിന്റെ ഫലം നഷ്ടപ്പെട്ടു പോകും. ഇപ്പൊ സോയില് അതുകൊണ്ടാണ് അതിനെന്താ പറയുന്നത്, നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള ഒരു എനർജിയിലാണ് അത് ഉൾപ്പെടുന്നത്. പിന്നെ അയൺ, ഇരുമ്പ്, യൂസ്ഡ് ഇൻ വെപ്പൺസ്, ടൂൾസ് ആൻഡ് കൺസ്ട്രക്ഷൻ. പിന്നെ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ അയണൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ മിനറൽസ് ആണ്, ഭൂമിയുടെ അടിയിൽ നിന്ന് പിന്നെ മണ്ണിൽ നിന്നൊക്കെ രൂപപ്പെടുത്തിയെടുക്കുന്നതാണ്. അത് കുറെ അധികം ഉപയോഗിച്ച് അതിനൊക്കെ വീണ്ടും നമ്മൾ റിന്യൂ ചെയ്ത് എന്ത് ചെയ്യണം, റീയൂസ് ചെയ്യണം. റീയൂസ് ചെയ്യാൻ വീണ്ടും പുനരുപയോഗിക്കുക. ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുന്നതിനേക്കാൾ അതിനെ മറ്റൊരു രൂപത്തിലേക്ക് അതിനെ ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ആക്കുമ്പോഴാണ് അത് നമ്മൾ കൺസർവേഷന്റെ ലെവലിൽ ആ ഒരു സമയത്ത് നമുക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് വൺ ഫോറസ്റ്റ് ആണ്. പ്രൊവൈഡ് ക്ലീൻ എയർ ആൻഡ് മെയിൻറ്റെയിൻ ഇക്കോളജിക്കൽ ബാലൻസ്. അത് ഭൂമിയിൽ നല്ല ശുദ്ധവായു കിട്ടണമെങ്കിൽ മരങ്ങൾ വേണം. അതുകൊണ്ടാണ് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്ന് പറയുന്നത്. പല മരുഭൂമികളിലും ഇപ്പോൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന വലിയ വലിയ ക്യാമ്പയിനുകളൊക്കെ നടക്കുന്നുണ്ട്. പല രാജ്യങ്ങളും, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോലും അത്തരം വലിയ വലിയ പ്രൊജക്റ്റുകളുണ്ട്. ഏക്കർ കണക്കിന് മരുഭൂമികളൊക്കെ മരം വെച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് ടെക്നോളജി അത്ര വികസിച്ചതുകൊണ്ട്, ടെക്നോളജിയും അതേപോലെ തന്നെ മനുഷ്യന്റെ സയൻസ് ഒക്കെ വികസിച്ചതുകൊണ്ട് അതിനെയൊക്കെ സാധ്യമാക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഫോറസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസോഴ്സ് ആണ്. അതും നമുക്ക് ഒരിക്കലും സ്പോയിൽ ചെയ്യാൻ പാടില്ലാത്ത ഒന്ന്. ഓക്കെ,
ഇനി ഇമ്പോർട്ടൻസ് ഓഫ് നാച്ചുറൽ റിസോഴ്സ്. ഇപ്പൊ നമ്മൾ നാച്ചുറൽ റിസോഴ്സ് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇതിനെ പിന്നെ കൺസേർവ് ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. നമുക്ക് ഓൾറെഡി പിന്നെ കുറെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളായതുകൊണ്ട് നമുക്ക് അതിന്റെ പ്രാധാന്യം നമുക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. അതൊന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇവിടെ പറയുന്നു എന്ന് മാത്രം. അപ്പൊ അതും ശ്രദ്ധിക്കാം. എന്തൊക്കെയാണ്? ഒന്ന് എയറിന്റെ പ്രത്യേകത എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഒന്ന് പിന്നെ നമ്മളെ മൂക്കൊന്ന് പൊത്തിപ്പിടിച്ചാൽ അറിയാം എയറിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്. അത് അത് പൊല്യൂട്ടഡ് അല്ലാതെ നിലനിർത്തുക എന്നതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അപ്പൊ എയർ പ്രൊവൈഡ്സ് ക്ലീൻ എയർ ഫോർ ബ്രീതിങ് ആൻഡ് ഈസ് എസെൻഷ്യൽ ഫോർ ലൈഫ്. മനുഷ്യന് വളരെ എസെൻഷ്യൽ ആണ്, ലറൂറി ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബ്രീത്തിങ് വെറുതെ അങ്ങനെ ബ്രീത്ത് ചെയ്താൽ പോരാ, ശുദ്ധമായിട്ടുള്ള വായു കിട്ടണം. അപ്പൊ വായു നിലനിന്നാൽ മാത്രം പോരാ, ശുദ്ധവായു തന്നെ നിലനിൽക്കണം. അപ്പൊ അത് ശുദ്ധവായുവിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിലനിർത്താൻ വേണ്ട ടെക്നോളജിയും അതിനു വേണ്ടിയിട്ടുള്ള നയങ്ങളും ഒക്കെ ഗവൺമെന്റുകളും മറ്റു ഓർഗനൈസേഷൻസും എല്ലാം കൊണ്ടുവരണം. എല്ലാ പൗരന്മാരും അതില് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പെരുമാറും വേണം. അതാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. ഇതിൽ പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അതിനെ വികസിപ്പിച്ച് എഴുതാൻ, നിങ്ങൾക്ക് മലയാളത്തിലൊക്കെ എഴുതാൻ പരീക്ഷ എഴുതുന്ന സമയത്താണ് നിങ്ങൾക്ക് അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് കുറെ എഴുതാൻ പറ്റും. പിന്നെ മറ്റൊന്ന് ലാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ സോയിൽ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം. യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ, കൾട്ടിവേഷൻ ആൻഡ് സപ്പോർട്ടിംഗ് ഇക്കോസിസ്റ്റം. കൃഷിക്കും അതേപോലെ തന്നെ അഗ്രികൾച്ചർ കൾട്ടിവേഷൻ എന്നുള്ളതുകൊണ്ട് കൃഷിയും അതേപോലെ തന്നെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, അതേപോലെ പിന്നെ അത്തരം മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് എക്കോസിസ്റ്റമാണ്. അതിൽ ഇവിടുത്തെ എല്ലാ ഓർഗാനിസത്തിനും ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയെ രൂപപ്പെടുത്തുന്ന ഒന്നാണ് മണ്ണ് എന്ന് പറയുന്നത്. അപ്പോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊന്ന് സൺലൈറ്റ് പ്രൊവൈഡ് സോളാർ എനർജി ആസ് എ റിന്യൂവബിൾ എനർജി സോഴ്സ്. സൂര്യപ്രകാശം നമുക്ക് റിന്യൂവബിൾ ആണ്, നമുക്ക് വീണ്ടും വീണ്ടും ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കാം. ഇപ്പോൾ സൂര്യപ്രകാശം എന്ന് പറയുമ്പോൾ നമുക്ക് അത് നശിച്ചു പോകാത്ത വിധത്തിൽ സൂര്യൻ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും പിന്നെ എന്ത് ചെയ്യണം, സൂര്യപ്രകാശം നമുക്ക് ഒന്ന് ഉപയോഗിച്ചതോടുകൂടി അത് കഴിയുന്നില്ല, അത് വീണ്ടും വീണ്ടും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് സൺലൈറ്റിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് കൂടുതൽ സൂര്യപ്രകാശത്തെ നമ്മൾ ഒരു ഊർജ സ്രോതസ്സായിട്ട് ഒരു ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കണം. അത്തരം ശ്രമങ്ങളാണ് നമ്മുടെ മറ്റുള്ള എനർജി സോഴ്സസ് നശിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അത് പിന്നെ ഇല്ലാതായി പോകാതിരിക്കാനുള്ള ഒരു മാർഗം. പിന്നെ വെള്ളം, സപ്പോർട്ട് ഡ്രിങ്കിങ്, ഇറിഗേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രോസസ്. ഒരുപാട് കാര്യങ്ങൾക്ക് വെള്ളത്തിന്റെ ആവശ്യകത ഉണ്ട്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വെള്ളം പിന്നെ അതിന്റെ കൺസർവേഷൻ, അല്ലെങ്കിൽ അത് പൊല്യൂട്ടഡ് ആവാതെ അത് അതിന്റെ വാട്ടർ സോഴ്സസുകൾ നശിച്ചു പോകാതെ. ഒരുപാട് പുഴകളും അരുവികളും കടൽ പോലും ഇപ്പൊ മലിനമായിക്കൊണ്ടിരിക്കുക, കാരണം കപ്പലുകളിൽ നിന്നും മറ്റൊക്കെ ബഹിർഗമിച്ചു കൊണ്ടിരിക്കുന്ന പിന്നെ ഈ പറഞ്ഞ വേസ്റ്റുകൾ, അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കുകളുടെ ഒക്കെ സാന്നിധ്യം, കെമിക്കൽസിന്റെ സാന്നിധ്യം, ഇതെല്ലാം വളരെ നമുക്ക് ഊഹിക്കുന്നതിൽ അപ്പുറത്തില് ഗാലൻ കണക്കിന് വലിയ അളവില് വേസ്റ്റുകൾ കടലിലും മറ്റൊക്കെ തള്ളിക്കൊണ്ടിരിക്കുകയാണ് വലിയ ഇൻഡസ്ട്രിയൽ ഏരിയകളിൽ നിന്ന്. അപ്പൊ അതൊക്കെ വെള്ളത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചൊക്കെ എല്ലാവരും ഒരു അവയർനെസ് ഉള്ളവരായിരിക്കണം. പിന്നെ ഫോറസ്റ്റിന്റെ കാര്യം പറഞ്ഞു. ഫോറസ്റ്റ് ഓഫർ ടിമ്പർ, മരങ്ങൾ, അത് മനുഷ്യന്റെ ഗൃഹനിർമ്മാണത്തിനും മറ്റൊക്കെ ഫർണിച്ചറുകൾക്കും മറ്റൊക്കെ ആവശ്യമായിട്ടുള്ള മരങ്ങൾ അതേപോലെ തന്നെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. ഭക്ഷണമായിട്ട് വനത്തിൽ നിന്ന് നമുക്ക് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ ലഭിക്കുന്നു. ആൻഡ് ഹാബിറ്റേറ്റ് ഫോർ കൗണ്ട്ലെസ് സ്പീഷീസ്, ഒരുപാട് ജീവജാലങ്ങൾക്കുള്ള ഒരു ആവാസ വ്യവസ്ഥ കൂടിയാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇനി മറ്റൊന്ന് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്, എണ്ണയും അതേപോലെ തന്നെ പ്രകൃതി വാതകം. നമ്മൾ ഗ്യാസ് എന്ന് പറയുന്ന അത് മിനറൽ ആയിട്ടുള്ളതാണ്. നമ്മൾ പെട്രോളിയം പിന്നെ വസ്തുക്കൾ എന്ന് പറയുന്ന ഭൂമിയുടെ അടിയിൽ നിന്നൊക്കെ കുഴിച്ചെടുക്കുന്നവയാണ്. അതിന്റെ അസംസ്കൃതമായ രൂപത്തിൽ കുഴിച്ചെടുക്കുന്നു. പിന്നെ അത് ശുദ്ധീകരിച്ചുകൊണ്ട് പെട്രോൾ ആയിട്ടും ഡീസൽ ആയിട്ടും പിന്നെ നാച്ചുറൽ ഗ്യാസ് ആയിട്ടും ഒക്കെ നമ്മൾ ഇന്ധനങ്ങളായിട്ട് ഉപയോഗിക്കാം. അത് ഇന്നത്തെ ഇൻഡസ്ട്രിയൽ ബേസ്ഡ് ആയിട്ടുള്ള മനുഷ്യജീവിതത്തിന് അനിവാര്യമായിട്ടുള്ള ഒരു ഇന്ധനമാണ് ഓയിൽ. പഴയ കാലത്ത് ഇത്തരം അതിന്റെ ആവശ്യമില്ല. അന്ന് വിറക് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ വാഹനങ്ങൾക്കായാലും ഭക്ഷണ പാചകത്തിനൊക്കെ ഇത്തരം കാര്യങ്ങൾ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു റിസോഴ്സ് ആയിട്ട് മാറിയിട്ടുള്ളത്. പക്ഷെ അത് ലിമിറ്റഡ് ആണ്, റിന്യൂവബിൾ അല്ല. അതാണ് അതിന്റെ ഒരു പ്രോബ്ലം. ക്രൂഷ്യൽ ഫോർ ഫ്യൂവൽ ആൻഡ് എനർജി ഇൻ ഇൻഡസ്ട്രീസ് ആൻഡ് വെഹിക്കിൾസ്. ഇൻഡസ്ട്രികളിലും വെഹിക്കിൾസിനൊക്കെ എനർജി ആയിട്ട് ഉപയോഗിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്, ക്രൂഷ്യൽ ആണ്. പിന്നെ മിനറൽസ്,
മറ്റുള്ള വേറെ കുറെ പിന്നെ ഇരുമ്പ് അതുപോലുള്ള മറ്റു അസംസ്കൃതമായിട്ടുള്ള വസ്തുക്കളെ നമുക്ക് ലോഹങ്ങളുടെയും മറ്റൊക്കെ ആയിട്ടുള്ള മിനറൽസ് അതാണ് ഉദ്ദേശിക്കുന്നത്. യൂസ്ഡ് ആസ് എ റോ മെറ്റീരിയൽസ് ഇൻ ഇൻഡസ്ട്രീസ്. എക്സാമ്പിൾ കോൾ ആൻഡ് അയൺ ഓർ, ഇരുമ്പയിര്, അതേപോലെ തന്നെ കോൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് മിനറൽസ്. പിന്നെ പ്രീഷ്യസ് മെറ്റൽസ്, മറ്റു അതേപോലെ തന്നെ ഒരുപാട് മെറ്റൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെർവ് എക്കോണമിക് ആൻഡ് ഇൻഡസ്ട്രിയൽ പർപ്പസ്. സ്വർണവും ഡയമണ്ടും ഇതൊക്കെ ഭൂമിയുടെ അടിയിൽ നിന്ന് കിട്ടുന്ന നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സുകളാണ്. ഇത് പക്ഷെ ലിമിറ്റഡ് ആണ്. അത് ഒരുപാട് അമിതമായിട്ട് ഉപയോഗിക്കുകയും മറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ തീർന്നു പോവുകയും ചെയ്യും. പിന്നെ നെക്സ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബനൈസേഷൻ. ഇത് പിന്നെ എങ്ങനെയാണ് എനേബിൾഡ് ബൈ ദ അവൈലബിലിറ്റി ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ഈ ഇൻഡസ്ട്രിയലൈസേഷനും അർബനൈസേഷനും ഒക്കെ സാധ്യമാകുന്നത് എങ്ങനെയാണ്? അതാണ് ഇമ്പോർട്ടന്റ്. ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുമ്പോൾ വ്യവസായവൽക്കരണം, അതേപോലെ തന്നെ നഗരവൽക്കരണം, ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കണമെങ്കിൽ അത് മനുഷ്യ ജീവിതത്തിന്റെ സൗകര്യങ്ങളെ വർദ്ധിപ്പിക്കാനും സുഖകരമാക്കാനും ഒക്കെ പിന്നെ വളരെയധികം കാരണമായിട്ടുണ്ടെങ്കിൽ അതിന് നിദാനമായിട്ടുള്ള അതിനെ നിലനിർത്തുന്ന അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ളത് എന്താണ്? ഇവിടെയുള്ള നാച്ചുറൽ റിസോഴ്സസ് ആണ്. ഇപ്പൊ നാച്ചുറൽ റിസോഴ്സ് ഇപ്പൊ നമ്മൾ ഓയിൽ പറഞ്ഞു, നാച്ചുറൽ ഗ്യാസസ് പറഞ്ഞു, അതേപോലെ തന്നെ മിനറൽസിന്റെ, അങ്ങനെ പിന്നെ വെള്ളത്തിന്റെയും മണ്ണിന്റെയും എല്ലാതരം നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇത്തരം ഇൻഡസ്ട്രികളും അർബൻ ഏരിയകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും പരസ്പര പൂരകമായിട്ട് അല്ലെങ്കിൽ ഒന്നൊന്നിനെ സഹായിക്കുന്നു എന്ന രൂപത്തിൽ പിന്നെ വളരെയധികം കണക്റ്റഡ് ആണ്. പക്ഷെ ഈ അർബനൈസേഷനും ഇൻഡസ്ട്രിയലൈസേഷനും ഇതിനെ ദോഷകരമായി ബാധിക്കുന്ന വിധത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് അവിടെ പിന്നെ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു point. അപ്പൊ ഇങ്ങനെ ഈ രൂപത്തിലേക്ക് നിങ്ങൾക്ക് അതിനെ അത്തരം കാര്യങ്ങളെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് എഴുതിയെടുക്കും. പിന്നെ മറ്റൊന്ന് ഡാമുകള് പിന്നെ ഈ വാട്ടറിന്റെയൊക്കെ വെള്ളം എന്ന നാച്ചുറൽ ഒരു റിസോഴ്സ് ആണ്. അതിനെ സംരക്ഷിക്കാൻ, അതിനെ പിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു സൊല്യൂഷൻ ആണ്. ഹെൽപ്പ് ഇൻ ഇറിഗേഷൻ, ഇലക്ട്രിസിറ്റി ജനറേഷൻ, ഫ്ലഡ് കൺട്രോൾ ആൻഡ് ഫിഷറീസ് ഡെവലപ്മെന്റ്. ഇത് ജലസേചനത്തിനും, അതായത് നഷ്ടപ്പെട്ടു പോകുന്ന ഇപ്പൊ ഭൂമിയിൽ നമുക്ക് നമ്മുടെ കേരളത്തിന്റെ ഒരു പരിസ്ഥിതി എടുത്ത് നോക്കിയാൽ നമുക്ക് മൺസൂണിലും മറ്റൊക്കെ കിട്ടുന്ന മഴ, അത് ഒരു മഴക്കാലത്തോടു കൂടി അത് ഒലിച്ച് കടലിലേക്ക് പോയിട്ട് നഷ്ടപ്പെട്ടു പോകുന്നതിന് പകരമായിട്ട് അത് വിവിധ ഡാമുകളായിട്ട് റിസർവുകളായിട്ട് വാട്ടർ റിസർവോയറുകളായിട്ട് അതിനെ സംരക്ഷിച്ച് നിർത്തുകയാണെങ്കിൽ സമീപസ്ഥമായിട്ടുള്ള ഒരുപാട് പിന്നെ ഇറിഗേഷൻസിനെ സഹായിക്കും. ഇപ്പൊ നമുക്കറിയാം, ഇപ്പോ ഈജിപ്തിലെ സംബന്ധിച്ചിടത്തോളം നൈൽ നദിയുടെ ദാനമാണ് ഈജിപ്ത് എന്ന് പറയാറ്. പക്ഷെ നൈൽ നദിയുടെ കരകളിൽ മാത്രമാണ് പഴയ കുറെ പുരാതന കാലം എന്തുണ്ടായിരുന്നത്? കൃഷിയും മനുഷ്യജീവിതമൊക്കെ ഉണ്ടായിരുന്നത്. അത് തന്നെ ചില സമയങ്ങളിൽ കര കവിഞ്ഞൊഴുകുമ്പോൾ വളരെയധികം പിന്നെ ആൾനാശവും ദുരന്തങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ പിന്നീട് കുറെ ആധുനിക കാലഘട്ടത്തിൽ അതിനെന്ത് ചെയ്യും? ഈ ഡാമുകളും മറ്റൊക്കെ നിർമ്മിച്ചുകൊണ്ട് കുറെ മരുഭൂമികളിലേക്ക് ഈ നൈൽ നദിയുടെ വെള്ളം തിരിച്ചുവിട്ടുകൊണ്ട് അവിടെയൊക്കെ പിന്നെ കൃഷിയോഗ്യമാക്കി മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം അവിടെയൊക്കെ ജനജീവിതം സാധ്യമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് അതൊക്കെ ഡാമുകളുടെയും മറ്റൊക്കെ പിന്നെ സാന്നിധ്യം കൊണ്ട് അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്ന കുറെ ഗുണങ്ങളാണ്. അത് ഈ നാച്ചുറൽ റിസോഴ്സസിനെ നമുക്ക് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും നഷ്ടപ്പെടാതിരിക്കാനൊക്കെയുള്ള സൊല്യൂഷൻസ് ആണ്. ഓക്കെ, ഇനിയാണ് നമ്മൾ പ്രധാനമായിട്ട് പിന്നെ ഈ നാച്ചുറൽ റിസോഴ്സസിന് വരുന്ന പ്രധാനപ്പെട്ട ത്രെട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ത്രെഡ്സ് ടു നാച്ചുറൽ റിസോഴ്സസ്. ഇതും വളരെ പോയിന്റുകൾ മാത്രമാണ്. ഇതിനെ നമുക്ക് കുറച്ച് ഒരു പാരഗ്രാഫ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാം, ഇലോബറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് പോയിന്റ് ആയിട്ട് മാത്രം. ഒന്നാമത്തെ കാര്യം ഓവർ പോപ്പുലേഷൻ ആണ്. ജനസംഖ്യ വർദ്ധിച്ചു കഴിഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സസിന് അത് എങ്ങനെ ബാധിക്കാന്ന് നമുക്ക് അറിയാൻ പറ്റും. കാരണം എന്താണ്? എല്ലാ ആളുകൾക്കും നാച്ചുറൽ റിസോഴ്സസ് വേണം. അത് ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നാച്ചുറൽ റിസോഴ്സസ് ഇങ്ങനെ അത് പിന്നെന്താണ്, അത് തീർന്നുകൊണ്ടിരിക്കുമല്ലോ. പ്രത്യേകിച്ച് നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ആണെങ്കിൽ എത്രത്തോളം ജനസംഖ്യ വർദ്ധിക്കുന്നു അവരെല്ലാം അത് കൺസ്യൂം ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ ലഭ്യത പിന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. പിന്നെ മറ്റൊന്ന്, ഈ ജനസംഖ്യ വർദ്ധിക്കുന്നതിനോട് കൂടെ ഇവരെല്ലാവരും അത് യൂസ് ചെയ്യും, അതിലെ വേസ്റ്റും പിന്നെ വിവിധങ്ങളായിട്ടുള്ള പൊല്യൂഷന് ഉണ്ടാക്കും. അപ്പൊ ഈ പൊല്യൂഷനൊക്കെ ഓവർ പോപ്പുലേഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യത്ത് വൃത്തി എന്ന് പറയുന്ന ഹൈജീനിക് ആയിട്ടുള്ള ഒരു നഗരവും നമുക്ക് കാണാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇത്രയും ജനസംഖ്യയാണ്. പിന്നെ വൃത്തിബോധം, അതിനെക്കുറിച്ചുള്ള ഒരു ധാരണയും കാരണങ്ങളൊന്നും നമുക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ നാട് വളരെ വൃത്തിഹീനമായിട്ടാണ് പല മേഖലകളിലും നമ്മുടെ റോട്ടിലേക്ക് ഇറങ്ങിയാലും മാർക്കറ്റുകളിലേക്ക് ഇറങ്ങിയാലും ഒക്കെ കാണുന്നത്. അത് എന്താണ് ഇവിടുത്തെ പൊല്യൂഷൻ ഉണ്ടാക്കാനുള്ള ഒരു കാരണം. പിന്നെ അതാണ് പറയുന്നത് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ.
ഈ പിന്നെ ഈ പ്രകൃതി വിഭവങ്ങളെ അമിതമായിട്ട് ഉപയോഗിക്കുക, പ്രത്യേകിച്ച് വലിയ ഇൻഡസ്ട്രിയൽ കൺട്രികൾ അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള വികസിത രാജ്യങ്ങളൊക്കെയാണ് നാച്ചുറൽ റിസോഴ്സസിനെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ ദുരന്തം അനുഭവിക്കേണ്ടത് ലോകത്തെ പ്രപഞ്ചത്തിലെ എല്ലാവരും ഒരുപോലെ അനുഭവിക്കേണ്ടത്. ഇപ്പോ ഉദാഹരണത്തിന് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയും. ഗ്ലോബൽ വാർമിങ്ങിന്റെ കാരണം ഇതുപോലെ വലിയ വലിയ എന്താ പറയാ മെഗാ ഇൻഡസ്ട്രിയൽ ഏരിയകളിൽ നിന്നൊക്കെ ബഹിർഗമിക്കുന്ന അതിന്റെ പിന്നെ പുകകളും മറ്റൊക്കെയാണ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെയും മറ്റും. പക്ഷെ അത് അങ്ങനെ ഓസോൺ ലെയറിനൊക്കെ സുഷിരങ്ങൾ വീഴുന്നു, അതൊക്കെ ഭൂമിയിലേക്ക് അൾട്രാവയലറ്റ് രശ്മികൾ നേരിട്ട് മനുഷ്യരിലേക്ക് പതിക്കാനും മറ്റൊക്കെ കാരണമാവും. അപ്പൊ അതിനൊക്കെ കാരണമാക്കുന്നത് ഇത്ര വലിയ വലിയ മെഗാ പ്രൊജക്ടുകളാണെങ്കിൽ പോലും എല്ലാവരെയും ബാധിക്കും. അതുകൊണ്ട് ഇതിനെ ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അമിതമായി ചൂഷണം ചെയ്യുക എന്നത്, അതായത് അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള യൂസേജ്. ഇപ്പോൾ നാച്ചുറൽ റിസോഴ്സിനെ എങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള വഴിയിൽ നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും, ഇപ്പൊ നമുക്ക് നമ്മുടെ നാടുകളിലൊക്കെ വീടുകളും എല്ലാവരും വീടുകളും മറ്റൊക്കെ നിർമ്മിക്കുമ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് കെമിക്കൽസും കോൺക്രീറ്റുകളും മറ്റൊക്കെ, അതൊക്കെ പിന്നീട് പിന്നെ വേസ്റ്റ് ആയിട്ടാണ് മാറുന്നത്. അതിനെ പുനരുപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലാണ്. പക്ഷെ അതേ സമയത്ത് പഴയ കാലത്തൊക്കെ ഉള്ള പോലെ കുടിലുകളും മറ്റൊക്കെ ആണെങ്കിൽ അതിനൊക്കെ വീണ്ടും വീണ്ടും യൂസ് ചെയ്യുക, അത് വീണ്ടും മണ്ണിൽ അടിഞ്ഞ് മണ്ണായിട്ട് മാറുന്നു. പിന്നെ അങ്ങനെയുള്ള, അതായത് ആ ഒരു റീസൈക്ലിംഗ് സാധ്യമാകുന്നതാണ്. അത് നാച്ചുറലി റീസൈക്ലിംഗ് ആവാം. ഇപ്പോൾ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ എല്ലാം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സോഴ്സുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു വീട് നിർമ്മിക്കുകയാണെങ്കിൽ ആ വീട് നശിക്കുകയാണെന്ന് വിചാരിക്കുക. അത് നശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും മണ്ണായിട്ട് മാറണം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, മണ്ണാവില്ല, അത് കെമിക്കലായിട്ട് മണ്ണിലൊരു വേസ്റ്റ് ആയിട്ട് കിടക്കും. പിന്നെ അത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ അത് ഒരു ജീവജാലങ്ങൾക്കും അതേപോലത്തെ അവിടുത്തെ ലാൻഡിനും മണ്ണിനും വെള്ളത്തിനും ഒക്കെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന പലതരം സാധനങ്ങളാണ്, പിന്നെ മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്ലാസ്റ്റിക്, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കോൺക്രീറ്റ് പോലെയുള്ള സാധനങ്ങളൊക്കെ വളരെയധികം ദോഷകരമായിട്ട് പ്രകൃതിയും മണ്ണിനെയൊക്കെ ബാധിക്കുന്നതാണ്. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച്, ഇത്തരം പിന്നെ നാച്ചുറൽ റിസോഴ്സസിനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാര്യമാണ് ഇപ്പൊ ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞത്, ഗ്ലോബൽ വാർമിംഗ് ഒക്കെ പറഞ്ഞു. പിന്നെ അമിതമായിട്ടുള്ള ചൂട് ഉണ്ടാവുന്നതും, പിന്നെ അതേപോലെ തന്നെ മഴയുടെയും മഞ്ഞിന്റെയും ഒക്കെ കാലമൊക്കെ തെറ്റി തെറ്റി വരുന്നതൊക്കെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമാണ്. അതിന് കാരണമാകുന്നത് നാച്ചുറൽ റിസോഴ്സസിൽ വരുന്ന അതിലെ ഇംബാലൻസസ് ആണ്. അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട ഒരു ത്രെട്ടാണ്, ഇമ്പാക്ടിങ് അവൈലബിലിറ്റി. ഇപ്പൊ പ്രത്യേകിച്ച് വരൾച്ച വരും, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വരും. പിന്നെ വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് നാച്ചുറൽ റിസോഴ്സസിന് വലിയ ഡാമേജ് ആണ്. കാരണം പ്രത്യേകിച്ച് ഇപ്പൊ ഒരു വരൾച്ച ഉണ്ടാവുകയാണെന്ന് വിചാരിക്കാം, ചൂട് കൂടും, അമിതമായ ചൂട് വരുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു മലയോര പ്രദേശമാണെങ്കിൽ മലയിലും മറ്റൊക്കെ ഒരുപാട് പിന്നെ ഒരു തീപിടുത്തം ഉണ്ടാകും. ആ ഒരു തീപിടുത്തം ചിലപ്പോ അവിടെയുള്ള മണ്ണിന്റെ മുകളിലുള്ള ധാതുലവണങ്ങളെയും അവിടുത്തെ ന്യൂട്രിയൻസിനെയൊക്കെ പിന്നെ നന്നായിട്ട് താഴോട്ട് കൊണ്ടുപോകും. ഒരു മഴ വരുന്ന സമയത്ത് തീപിടുത്തം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്യുന്നതോടുകൂടി അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതാണ് പറയുന്നത്. അപ്പൊ ആ ഒരു മല മലയോര മേഖലയിലെ വിശാലമായ പ്രദേശത്ത് അത് എക്കോസിസ്റ്റത്തിനെ ബാധിക്കും. അതായത് ക്ലൈമറ്റ് ചേഞ്ച് വിവിധ തരത്തിലാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത പല മേഖലയിൽ പല രൂപത്തിലും അത് നമ്മളെ പ്രകൃതിയെ ബാധിക്കുന്നുണ്ട്. അത് നാച്ചുറൽ റിസോഴ്സസിനെ, ഇപ്പൊ വെള്ളത്തിന്റെ ലഭ്യതയെ അല്ലെങ്കിൽ മറ്റു റിസോഴ്സുകളെ ഓക്കെ ഇപ്പോ നമ്മളത് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുമ്പോൾ ക്ലൈമറ്റിന്റെ അതിൽ വരുന്ന ഇംബാലൻസ് ആണ്. ഓരോ ഓരോ വെതറിനും അല്ലെങ്കിൽ ഓരോ പിന്നെ ലൊക്കേഷനെയും അതിന് കൃത്യമായിട്ട് നിലനിൽക്കുന്ന ഒരു ഒരു കാലാവസ്ഥ സംവിധാനമുണ്ട്. അത് മാറുമ്പോൾ അവിടുത്തെ നാച്ചുറൽ റിസോഴ്സസിനെ അതിനെ ഇമ്പാക്ട് ചെയ്യും, നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും. പിന്നെ എൻവയോൺമെന്റൽ പൊല്യൂഷൻ നമ്മൾ പറഞ്ഞു, ജലമലിനീകരണം, പിന്നെ അതേപോലെ തന്നെ വായു മലിനീകരണം, അങ്ങനെ പല മേഖലകളിലുള്ള വെള്ളത്തിലും വായുവിലും മണ്ണിനെയും ഒക്കെ പൊല്യൂട്ട് ചെയ്യുന്നതായിട്ടുള്ള പലതരത്തിലുള്ള ഘടകങ്ങൾ, അത്തരം കെമിക്കൽസിന്റെയും മറ്റും അമിതമായിട്ടുള്ള ഉപയോഗം, പ്ലാസ്റ്റിക്കിന്റെ അമിതമായ ഉപയോഗം, ഇത്തരം കാര്യങ്ങളൊക്കെ പ്രകൃതിയെ ദോഷമായിട്ട് ബാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. കൺസർവേഷൻ എന്ന് പറയുമ്പോൾ അതിനെ സംരക്ഷിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ചാണ് ഈ കൺസർവേഷനിൽ പറയുന്നത്.
ഓക്കെ. അതായത് പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം, അതിനുള്ള മെത്തേഡ്സുകൾ എന്തൊക്കെയാണ്? അത് നമുക്ക് കുറേ മെത്തേഡ്സുകൾ അതിൽ പറയാം. അതിൽ ഒന്ന് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് പറയുന്ന മെത്തേഡ്സ്, ഫോളോ ദ 3 R's. 3 Rകൾ ഫോളോ ചെയ്യാം. 3 R's എന്തൊക്കെയാണ് 3 R's? ഒന്ന്, റെഡ്യൂസ്, പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗം കുറക്കുക എന്നാണ്. റെഡ്യൂസ് ദ കൺസംഷൻ. റെഡ്യൂസ് എന്ന് പറയുമ്പോൾ റെഡ്യൂസ് ദ കൺസംഷൻ, ഒന്ന് ഉപയോഗം കുറക്കുക. രണ്ടാമത്തത് റീയൂസ്, പുനരുപയോഗിക്കുക, വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന പിന്നെ അല്ലെങ്കിൽ വിഭവങ്ങളാണ്. ഇപ്പൊ വെള്ളമാണെങ്കിലും പിന്നെ മറ്റു വായുവാണെങ്കിലും അല്ലെങ്കിൽ കറണ്ടിനൊക്കെ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്ന സമയത്ത് വെള്ളത്തിനേക്കാൾ കൂടുതൽ നമുക്ക് സോളാർ എനർജിയെ ആശ്രയിക്കുക, അല്ലെങ്കിൽ കാറ്റിനെ ആശ്രയിക്കുക. ചില സമയത്തൊക്കെ നമ്മൾ തെർമൽ പവർ ഒക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഏറ്റവും നല്ലത് ഇതുപോലെ എന്താ പറയാ സോളാർ എനർജിയെ ആശ്രയിക്കുക, അത്തരം കാര്യങ്ങൾ. പിന്നെ റീസൈക്കിൾ, അതിനെ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചതിന് അതിനെ നശിപ്പിച്ച് അല്ലെങ്കിൽ അതിനെ വീണ്ടും, ഇപ്പൊ പ്ലാസ്റ്റിക് ആണെങ്കിൽ പോലും ഒന്നാണ്, ആ പ്ലാസ്റ്റിക്കിനെ നമ്മൾ റീസൈക്കിൾ ചെയ്തിട്ട് വേറെ അടുത്ത മെറ്റീരിയൽ ആയിട്ട് അതിനെ പിന്നെ റീപ്രൊഡ്യൂസ് ചെയ്യാം. അതുകൊണ്ട് മറ്റൊന്ന് വോളണ്ടിയർ ആൻഡ് കമ്മ്യൂണിറ്റി ക്ലീനപ്സ്. അതായത് നമ്മുടെ പല രാജ്യങ്ങളിലും നടക്കുന്ന കമ്മ്യൂണിറ്റി ക്ലീനപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പല NGOകളും ഓർഗനൈസേഷൻസിന്റെയൊക്കെ കീഴിലായിട്ട് നടത്തുന്ന ഇത്തരം എന്താ പറയാ ശുചീകരണ പ്രവർത്തനങ്ങൾ, അതുപോലെ പ്രകൃതി സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ വളണ്ടിയർ ആയിട്ട് പിന്നെ എല്ലാവരും പങ്കെടുക്കുക എന്നതാണ്. പിന്നെ മറ്റൊന്ന്, അവോയ്ഡ് വേസ്റ്റിംഗ് വാട്ടർ, വെള്ളം വേസ്റ്റ് ആക്കുന്നത് ശ്രദ്ധിക്കുക. ഹാർവെസ്റ്റ് റെയിൻ വാട്ടർ, മഴവെള്ളം സംരക്ഷിച്ച് നിർത്തുക. എല്ലാ വീടുകളിലും റെയിൻ വാട്ടർ സംവിധാനം പിന്നെ അത് ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതുകൊണ്ടാണ് ഗവൺമെന്റ് ഒക്കെ നിർബന്ധമാക്കുന്നത്. അപ്പോൾ അത് സംരക്ഷിച്ച് വെള്ളത്തെ സംരക്ഷിച്ച് നിർത്തുക, അത് വെറുതെ നഷ്ടപ്പെട്ടു പോവാതെ. പിന്നെ കീപ് വാട്ടർ ബോഡീസ് ക്ലീൻ ആൻഡ് എൻകറേജ് ഡിഗിങ് പോണ്ട്സ് ലൈക്ക് പഴയ കാലത്തെ തോടുകളൊക്കെ നഷ്ടപ്പെട്ട് അതൊക്കെ ആളുകൾ ശ്രദ്ധിക്കാതെ പോകും. പക്ഷെ അതൊക്കെ നിലനിർത്തുക എന്നത് വെള്ളം സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇതൊക്കെ നാച്ചുറൽ റിസോഴ്സസിനെ പിന്നെ നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ അതേപോലെ തന്നെ എൻകറേജ് ഡിഗിങ് പോണ്ട്സ്, കുളങ്ങൾ ഉണ്ടാക്കുക, കിണറുകൾ ഉണ്ടാക്കുക. അതന്നെ ഭയങ്കരമായിട്ടുള്ള നമ്മളെ എന്താ പറയല്ലേ, സാധാരണ നാച്ചുറൽ ആയിട്ടുള്ള കിണറുകളും കുളങ്ങളൊക്കെ നിർമ്മിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ ബിൽഡ് ഡാംസ് ആൻഡ് റിസർവോയർസ്, വലിയ വലിയ നദികളിലൊക്കെ ഡാം നിർമ്മിക്കുക. അതേപോലെ തന്നെ റിസർവോയറുകൾ, അതിലാകുമ്പോൾ ഈ റിസോഴ്സസിന്റെ കൂടെ തന്നെ ഒരുപാട് ആവാസ വ്യവസ്ഥകൾക്കും മത്സ്യങ്ങൾക്കും മറ്റു ജീവജാലങ്ങൾക്കൊക്കെ പിന്നെ ജീവിക്കാനും വളരാനൊക്കെ ഉള്ള ഒരു സംവിധാനമായിട്ട് അത് മാറും. പിന്നെ മറ്റൊന്ന്, സ്റ്റോപ്പ് ഡിഫോറസ്റ്റേഷൻ, വനനശീകരണം അതിനെ തടയുക. വനനശീകരണം എന്ന് പറയുമ്പോൾ വനങ്ങള് ഇല്ലായ്മ ചെയ്ത് അവിടേക്ക് പിന്നെ ടൂറിസത്തിന്റെ പേരിലും മറ്റു പല ഇൻഡസ്ട്രിയലൈസേഷന്റെ പേരിലും അർബനൈസേഷന്റെ പേരിലൊക്കെ വനങ്ങൾ വ്യാപകമായിട്ട് വെട്ടി നശിപ്പിക്കുന്നത് നാച്ചുറൽ റിസോഴ്സസിനെ ഇല്ലാതാക്കും. പിന്നെ യൂസ് നാച്ചുറൽ റിസോഴ്സസ് എഫിഷ്യൻലി, എല്ലാം വളരെ പിന്നെ കൃത്യമായിട്ട് അനുയോജ്യമായ ആവശ്യത്തിനനുസരിച്ച് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, റൈസ് പബ്ലിക് അവയർനെസ് അബൌട്ട് കൺസർവേഷൻ, പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള പൊതുജനങ്ങൾക്ക് അതിന് അവയർനെസ് ഉണ്ടാക്കുക. അത് പിന്നെ സ്കൂൾ തലങ്ങളിലും അതുപോലെ തന്നെ അല്ലാതെയും പൊതുജനങ്ങൾക്കാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അവയർനെസ് വേണ്ടത്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് കുറേയൊക്കെ അതിനെക്കുറിച്ച് അറിയാം, അതല്ലാത്ത സാധാരണക്കാരായ ആളുകളിലേക്ക് ഇതിന്റെ പിന്നെ പ്രാധാന്യം എത്തിച്ചു കൊടുക്കുക. പിന്നെ പ്രൊമോട്ട് ആൾട്ടർനേറ്റീവ് എനർജി സോഴ്സസ്, മറ്റു എനർജി സോഴ്സസിനെ, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മളിപ്പോ വൈദ്യുതി ഒരു എനർജിയാണ്. വൈദ്യുതി നമ്മൾ ആശ്രയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വെള്ളം അമിതമായിട്ട് നമുക്ക് അതിന് ആവശ്യം വരും. അതേ സമയത്ത് നമുക്ക് ഒരിക്കലും നശിക്കാത്ത എനർജികൾ ഇതുപോലെ സോളാർ, അതുപോലെ തന്നെ കാറ്റ്, അങ്ങനെയുള്ള തിരമാല, അങ്ങനെയുള്ളതിനൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് വൈദ്യുതി ഉണ്ടാക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂട്ടി, അതാണ് ആൾട്ടർനേറ്റീവ് എനർജി എന്ന് പറയുന്നത്. ഇപ്പോൾ അതേപോലെ തന്നെ മറ്റൊന്നിപ്പോൾ നമ്മൾ പെട്രോൾ, ഡീസലൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് വെഹിക്കിൾസും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ മേഖലയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പകരമായിട്ട് ഇലക്ട്രിസിറ്റി അവിടെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഇലക്ട്രിക് വെഹിക്കിളുകളൊക്കെ കൂടുതൽ പ്രചാരത്തിൽ വരുന്ന ഒരു കാലമാണ്. അതിന് കാരണം അത് ഈ ഒരു അതിന് ഗവൺമെന്റ് സബ്സിഡിയും മറ്റൊക്കെ കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു അർത്ഥത്തിലാണ്, പ്രകൃതിയെ സംരക്ഷിക്കുക എന്നതാണ്, അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ ഇത് ഒന്ന് തീർന്നു പോകുന്ന ലിമിറ്റഡ് എനർജികളാണ് പെട്രോളും അതുപോലെയുള്ള പിന്നെ ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. അതിന് പകരമായിട്ട് റീയൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് പിന്നെ നിലനിൽക്കുന്ന സസ്റ്റൈനബിൾ ആയിട്ടുള്ള എനർജി ഫോംസുകളെ നമുക്ക് അതിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. അതിനെ സപ്പോർട്ട് ചെയ്യാതെ നമുക്കത് നഷ്ടമാണോ എന്നതിനേക്കാൾ കൂടുതൽ പ്രകൃതിക്ക് ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ നാട്ടിൽ എത്ര മുഴുവൻ വെഹിക്കിൾസും നമ്മുടെ നഗരങ്ങളിൽ നാഷണൽ ഹൈവേയിലൂടെയും മറ്റൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വെഹിക്കിൾസ്, ട്രെയിൻ എല്ലാം ഇലക്ട്രിക് ആയി മാറിക്കഴിഞ്ഞാൽ എത്ര ശാന്തമായിരിക്കും. ശബ്ദങ്ങളൊന്നും പോകും, പിന്നെ പുകപടലങ്ങൾ ഉണ്ടാവില്ല. കാർബൺ ഡൈ ഓക്സൈഡ്, എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഓരോ ദിവസവും ഓരോ വെഹിക്കിളും പുറന്തള്ളുന്നതെന്ന് കണക്കെടുത്ത് നോക്ക്. അപ്പോൾ കാർബൺ എമിഷൻസിനെ തടയാൻ ഈ ഇത്തരം മറ്റുള്ള ആൾട്ടർനേറ്റീവ് എനർജി, ഇപ്പോൾ ഇലക്ട്രിസിറ്റി ആണെങ്കിൽ അത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ടുള്ള വെഹിക്കിൾസ് ഒക്കെ ആണെങ്കിൽ നല്ല ശാന്തമായിട്ടുള്ള ഒരു നഗരം, നമുക്ക് ഭയങ്കര ശബ്ദങ്ങളില്ലാത്ത ബഹളങ്ങളില്ലാത്തൊരു ഒരു പിന്നെ തെരുവുകൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്. പിന്നെ പ്ലാൻ മോർ ട്രീസ്, ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. പിന്നെ യൂസ് ഇലക്ട്രിക് വെഹിക്കിൾസ് ആൻഡ് റിഡ്യൂസ് പൊല്യൂഷൻ, നേരത്തെ പറഞ്ഞു ഇലക്ട്രിക് വെഹിക്കിൾസ് ഉപയോഗിക്കുക. പിന്നെ മാത്രമല്ല അതേപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് കൂടുതൽ ഉപയോഗിക്കുക. എല്ലാവരും ഓരോ വ്യക്തികളും ഓരോ കാറ്, പിന്നെ പെട്രോൾ കാർ എടുത്ത് പോവുകയാണെങ്കിൽ അത്രയും കാർബൺ എമിഷൻ ആണ് അവിടെ നടക്കുന്നത്. അത് വെഹിക്കിൾസ് ഉപയോഗിക്കുന്ന സമയത്ത് ഇലക്ട്രിക് വെഹിക്കിൾ ആണോ അല്ലെങ്കിൽ പബ്ലിക് ആയിട്ട് ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും പൊല്യൂഷനും അതേപോലെ തന്നെ പിന്നെ എനർജിയും കുറയും. അല്ലെങ്കിൽ ഓക്കെ, പിന്നെ എൻഫോഴ്സ് സ്ട്രിക്ട് ലോസ് ഫോർ റിസോഴ്സ് പ്രിസർവേഷൻ, ഗവൺമെന്റ് തലത്തിൽ തന്നെ ഇത്തരം റിസോഴ്സസിനെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നിർബന്ധമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പ്ലാസ്റ്റിക് നിരോധനങ്ങളാണ്. പക്ഷെ ഇപ്പോൾ പ്ലാസ്റ്റിക് നിരോധിക്കുന്ന സമയത്ത് ഇപ്പോൾ അത് വേണ്ടത്ര ഫലപ്രദമായ രീതിയിൽ നടപ്പിലാക്കാത്തതിന്റെ ഒരു കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് ആൾട്ടർനേറ്റീവുകൾ നമുക്ക് ഗവൺമെന്റോ മറ്റോ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ അതിന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എല്ലാവരും വീട്ടിൽ നിന്ന് പിന്നെ സഞ്ചിയോ തുണിസഞ്ചിയോ മറ്റൊക്കെ കൊണ്ടുപോകുക എന്നുള്ളത് പ്രായോഗിക അല്ലാത്ത, അപ്പൊ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടിയും അത് പിന്നെ ഫലപ്രദമായി ഇഫക്റ്റീവ് ആയിട്ടുള്ള രൂപത്തിലേക്ക് നടപ്പിലാക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ആകെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് സമ്മറി ആയിട്ടൊന്ന് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഒന്ന്, നാച്ചുറൽ റിസോഴ്സസ് ആർ ഇൻഡിസ്പെൻസിബിൾ ഫോർ ലൈഫ് ആൻഡ് ഡെവലപ്മെന്റ്, വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് മനുഷ്യന്റെ ജീവിതത്തിനും വികാസത്തിനും. പിന്നെ ദേ ആർ കാറ്റഗറൈസ്ഡ് ഇൻ ടു റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ ടൈപ്സ്, രണ്ട് തരത്തിലാണ് നാച്ചുറൽ റിസോഴ്സസ് വരുന്നത്, പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത്. പിന്നെ മറ്റൊന്ന് ഫേസിംഗ് ത്രെറ്റ്സ് സച്ച് ആസ് ഓവർ പോപ്പുലേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, പൊല്യൂഷൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, ഇങ്ങനെയുള്ള ത്രെട്ടുകൾ നാച്ചുറൽ റിസോഴ്സിന്, ഓവർ പോപ്പുലേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, പൊല്യൂഷൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. നെക്സ്റ്റ് കൺസർവേഷനെ കുറിച്ചാണ് പറഞ്ഞത്. കൺസർവേഷൻ ഇസ് ദ കീ ത്രൂ സസ്റ്റൈനബിൾ പ്രാക്ടീസസ്, അവയർനെസ് ആൻഡ് റെസ്പോൺസിബിൾ യൂസ്, ഉത്തരവാദിത്തമായിട്ടുള്ള ഉപയോഗം, അതേപോലെ തന്നെ ബോധവൽക്കരണം, പിന്നെ സസ്റ്റൈനബിൾ പ്രാക്ടീസസ്, നമുക്ക് അത് നിലനിർത്താൻ സംരക്ഷിക്കുന്ന രൂപത്തിലുള്ള അതിന് പിന്നെ അങ്ങനെയുള്ള പ്രാക്ടീസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൺസംഷൻ, അതിന്റെ ഉപയോഗം. അതിന് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? അഡോപ്റ്റ് ഇക്കോ ഫ്രണ്ട്ലി ഹാബിറ്റ്സ്, പ്രകൃതിദത്തമായിട്ടുള്ള പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന ജീവിതശീലങ്ങൾ, ലൈഫ് സ്റ്റൈലുകൾ നമ്മൾ സ്വീകരിക്കുക. മറ്റൊന്ന് സ്പ്രെഡ് അവയർനെസ് ആൻഡ് അഡ്വക്കേറ്റ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, എല്ലാവർക്കും അവയർനെസ് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ അഡ്വക്കേറ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനം എന്നൊക്കെ പറയില്ലേ, സസ്റ്റൈനബിൾ. പിന്നെ അതായത് എന്ന് നിലനിൽക്കുന്ന അത്തരം വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വികസനമായിരിക്കുക എന്നാണ് പറയുന്ന ഉദ്ദേശം. പിന്നെ പ്രൊട്ടക്ട് ദ പ്ലാനറ്റ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻ, ഇനിയും ഒരുപാട് തലമുറകൾ ഇവിടെ വളരാനും ജീവിക്കാനുണ്ട്, അതും കൂടി മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. പിന്നെ ഇത് സംബന്ധമായിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോട്ട്സ് മലയാളത്തിൽ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഇംഗ്ലീഷ് നോട്ട്സും കൂടി, ക്വസ്റ്റ്യൻ ആൻസറുകളും പിന്നെ ചെറിയ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും പാരഗ്രാഫ് ക്വസ്റ്റ്യനും ഒരു എസ്സേ ക്വസ്റ്റ്യനും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇംഗ്ലീഷിൽ ഒരു നോട്ട് ഉണ്ട്, അതും കൂടി ഞാൻ ഇംഗ്ലീഷിൽ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ഉപകാരപ്പെടും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. Let's conclude this class and wind up. If you have any questions, you can ask.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ വൺ വേ ആയിട്ടുള്ള ഒരു, കാരണം ഒരു അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇല്ല സാറേ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത സബ്ജക്റ്റ് പറയാം. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.